റെഡ് പൾമറാണ് ഇതൊക്കെ. ഇതിന്റെ ചെടികളാണ് ഇതെല്ലാം. ഇതിപ്പോ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് മരുന്നടിക്കില്ല. മരുന്നടിച്ച് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ വരണം. അപ്പൊ അതുകൊണ്ട് അത് ശ്വസിച്ചിട്ട് പിടിച്ചിട്ടൊക്കെ അവർ വല്ല രോഗമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും ചെയ്യും. അതുകൊണ്ടാണ് ഈ കുത്തിയിട്ടൊക്കെ അടിയിലടിയിൽ പ്ലാന്റുകൾ പോകുന്നത്. പോയാലും കുഴപ്പമില്ല, ബാക്കിയുള്ള ഉണ്ടായാൽ മതി മറ്റും ചെയ്യുന്ന മരുന്നടിക്കാണ്ടിരുന്നതാ. അതാണ് സംഭവം. അതാണ് ഈ അടിയിലടിയിലൊക്കെ ഈ പ്ലാന്റുകൾ പോയെടുക്കുന്നത്. ഇതും ബനാനിന്റെ ചെടികൾ തന്നെയാണ്. ഒരു മീഡിയം ടൈപ്പ്. അതെ, അതൊക്കെ റീപോർട്ട് ചെയ്ത് വെച്ചതാ. സീറ്റ് ലൂബിയ ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്തുണ്ട്, പലയിടത്തും ഇട്ടിട്ടുണ്ട് സീറ്റ് ലൂബിയ. ഇതൊക്കെ കാഴ്ച നിൽക്കുന്നൊക്കെ കാണുന്നത്. കാഴ്ച നിൽക്കുന്നത് നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ സീസൺ അല്ല, അടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾക്ക് പർപ്പിൾ മാംഗോ ആണ്. പർപ്പിൾ കളറ് തനിയെ മാംഗോ പർപ്പിൾ വരുന്നുണ്ട്. നാൻഡോക്കുമൈന്റ് പർപ്പിൾ അല്ല, നാൻഡോക്കുമൈന്റ് പർപ്പിൾ പറയുന്നുണ്ട്, പർപ്പിൾ മാംഗോ പറയുന്നുണ്ട്. സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇത് രണ്ട് ടൈപ്പ്. പർപ്പിൾ മാംഗോ നമുക്ക് ഉരുണ്ടിട്ടാ വരിക. മറ്റേത് നാൻഡോക്കുമൈന്റ് നമുക്ക് കുറച്ച് നീളത്തിലേ വരിക. നാൻഡോക്കുമൈ നമ്മൾക്ക് ഗ്രീൻ പോലെ തന്നെ ഗോൾഡ് പോലെ നീളത്തിലേ വരിക. ഇത് നമുക്ക് ഇത്തിരി പർപ്പിൾ മാംഗോ ഇത്തിരി ഉരുണ്ടിട്ടാ വരുന്നത്. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ? നമുക്ക് നാൻഡോക്കുമൈന്റെയും വെച്ച് കുറച്ചും കൂടി മെച്ചം പർപ്പിൾ മാംഗോ. ഇത് മാത്രമല്ല ചെടി മുകളിൽ കിടക്കുന്ന ചെടികൾ വേറെ പർപ്പിൾ മാംഗോന്റെ. അപ്പൊ നമ്മൾ ഇതിൽ കൂടെ വന്നപ്പോ അങ്ങനെ ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അതന്നെ. എല്ലാ ഫ്രൂട്ട് പ്ലാന്റിന്റെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതും അതന്നെ. ഇതൊക്കെ നമുക്ക് ഇത് വന്നിട്ട് മിയാസാക്കിന്റെ പ്ലാന്റുകളാണ്. ഇവിടെ നിങ്ങളുടെ ഈ വലിയ ബാഗുകൾ കിടക്കണ എല്ലാം മിയാസാക്കിന്റെ പ്ലാന്റുകളാണ്. ഇവിടെ മാത്രമല്ല, മോള് ഭാഗത്തും കിടക്കുന്നുണ്ട് മിയാസാക്കി. കാച്ചിട്ടില്ല, 4 വർഷമായി കാച്ചിട്ടില്ല. കായ്ക്കാൻ പോണുള്ളൂ. ഈ വർഷം പൂക്കും. മിയാസാക്കിയൊക്കെ ചെറുപ്പത്തിൽ കായ്ക്കണതല്ല, ചെറുപ്പത്തിൽ കാച്ചു എന്നൊക്കെ പറയണതല്ല. ഈ വാരി 30 ഇപ്പൊ പുതിയ വെറൈറ്റിയാണ് വാരി 30. അത് ഈ മിയാസാക്കിന്റെ ഇലയും മിയാസാക്കിയും രണ്ടും ഒരേപോലെയാണ്. മാങ്ങ കാണാന് രണ്ടും ഏറെക്കുറെ ഒന്നാണ്. പക്ഷെ ഫ്ലേവറിന് വ്യത്യാസം വരും, ടേസ്റ്റിനും ഫ്ലേവറിനും വ്യത്യാസം വരും. അത്രമാത്രമേ വ്യത്യാസം വരുള്ളൂ. വാരി 30 പറയണത് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് മിയാസാക്കി പോലെ അതേ മാങ്ങ അതേ ടൈപ്പിലാണ് വരുന്നത്. അത് പെട്ടെന്ന് കായ്ക്കും. മിയാസാക്കി എനിക്ക് 4 വർഷമായിട്ട് നോക്ക്, കടവണ്ണം നോക്ക്. ഈ കടവണ്ണം ഉള്ളത് 4 വർഷമായിട്ട് കായ്ച്ചിട്ടില്ല. കായ്ക്കാൻ പോണുള്ളൂ. ഇതൊന്നും കായ്ച്ചിട്ടില്ല. ഈ വർഷം പൂക്കുള്ളൂ. എന്തായാലും ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയും വലുതായിട്ട് കായ്ച്ചിട്ടില്ല. കായ്ക്കാൻ പോണുള്ളൂ. കായ്ക്കുന്ന ഉറപ്പ്, മദർ പ്ലാന്റ് കണ്ടിട്ട് എടുത്ത് കായ്ക്കുന്ന ഉറപ്പ്. പക്ഷെ നമ്മൾക്ക് ഇവിടെ കാച്ചത് ഇവിടെ മിക്കവാറും ഞാൻ ഇത് കണ്ടത് വാരി 30 കണ്ടടക്കണം. ചക്ക തന്നെ. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെ. കണ്ടോ വിയറ്റ്നാം? ഇതൊക്കെ ആയിട്ടില്ല. അതൊക്കെ ആവണുള്ളൂ. ഇതൊക്കെ ആയിക്കഴിഞ്ഞ് 15 കിലോ ചക്ക വെയിറ്റ് വരും. ഇനിയിപ്പോ ഈ 15 കിലോ ചക്ക വെയിറ്റ് വരുന്ന പറയുമ്പോ ആൾക്കാർക്ക് എന്താ പറയും, വിയറ്റ്നാം സൂപ്പർ എയറിൽ 15 കിലോന്ന് പറയുന്നത്. ഞാൻ തെളിച്ച് കാണിച്ചു തരാം. വിയറ്റ്നാം സൂപ്പർ എയറിൽ ആൾക്കാർ പറയുന്നത് 8 കിലോ അല്ലെങ്കിൽ 5 കിലോ 4 കിലോ 3 കിലോ ചെറിയ ചക്കയെ വരുന്നെന്നാ പറയുന്നത്. നമ്മൾക്കിത് 15 കിലോ വരെ ഈ ചക്കകൾ വിയറ്റ്നാം സൂപ്പർ എയർലിയിൽ വരും. 2 ടൈപ്പ് ഉണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലിയിൽ. ഈ 2 ടൈപ്പാണ്. ഈ ആൾക്കാർക്ക് അത് അറിയില്ല. വിയറ്റ്നാം സൂപ്പർ എയർലി ഒരൊറ്റ ടൈപ്പ് ഉള്ളൂ എന്നോട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അല്ല, 2 ടൈപ്പ് വിയറ്റ്നാം സൂപ്പർ എയർലി ഉണ്ട്. ഇതിന്റെ ചക്കന്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഈ വിയറ്റ്നാം സൂപ്പർ എയർലി 15 അതൊക്കെ തിന്തായ കാരണം കൂടെ ഞാൻ ആ വലിപ്പം കാണിക്കാതെ അതിനെയും കുറച്ചുകൂടി മുമ്പിട്ടത് കാണിച്ചു തരാം. അതിന്റെ വലിപ്പം കാണിച്ചു തരാം. ഇതിപ്പോ ഒരു 90 ദിവസം മൂപ്പാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി. 90 ദിവസം മൂപ്പാണ്. 90 ദിവസം മൂപ്പാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് ഇതിപ്പോ ഒരു 2.5 മാസം ആയിട്ടുള്ളൂ. 2 മാസം കഴിഞ്ഞോളൂ. ഈ 2 മാസം ഇത് ഇനി ഒരു മാസം മൂപ്പും കൂടി ഉണ്ട്. അപ്പൊ ഇതന്നെ ഇപ്പൊ തന്നെ ഒരു 10-12 കിലോന് മേലെ ഈ ചക്ക ഉണ്ടാവും. അപ്പൊ ഇനി ഒരു മാസം മൂക്കുമ്പോഴേക്കും ഇനി ഒന്നും കൂടി മുള്ളു വിരിയുമ്പോൾ ഒന്നും കൂടി വലുതാവും. അപ്പൊ ഒരു 15 കിലോ കഷ്ടിച്ച് ചക്ക 15 കിലോ വരും ഉറപ്പ്. അതിന് സംശയമില്ല. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വന്ന് തൂക്കി നോക്കാതെ. ഈ വിയറ്റ്നാം സൂപ്പർ എയർലിയില് 2 വെറൈറ്റി വരുന്നുണ്ട്. ഒന്ന് ചക്ക 4-5 കിലോ വരുന്ന ഒരു ചക്കയുണ്ട്. 4-5 കിലോ വരുന്ന ചക്കയുണ്ട്. അത് വെട്ടി കഴിഞ്ഞ് വലിയ ചക്ക വരുന്നതും ഉണ്ട്. അതിന്റെ ഇലയ്ക്ക് വലിപ്പം വരും. ഇതിന്റെ ഇല നല്ല വലിപ്പം ഉണ്ടാവും. ഈ വിയറ്റ്നാം സൂപ്പർ എയർലിന്റെ വലിയ ചക്ക വരുന്നത് നല്ല വലിപ്പം വരുന്നുണ്ട്. ഇങ്ങനെയാണ് വിയറ്റ്നാം സൂപ്പർ എയർലിന്റെ ഇല വരുന്നത്. ഈ ടൈപ്പിലെ ഇല വരും. നല്ല വലിപ്പം വരും. ഇതിന്റെ തന്നെ കുറച്ചും കൂടി ഇതിന്റെ മീഡിയം സൈസ് ഒന്ന് വരുന്നുണ്ട്. അത് ചക്ക നിങ്ങൾ ഈ പറഞ്ഞ പോലെ 5 കിലോ 4 കിലോ ഒരു മാക്സിമം പോയാൽ ഒരു 6 കിലോ. അതിന്റെ അപ്പുറം വലിപ്പം വരികയില്ല. 6 കിലോന് മേലെ വരില്ല. ഈ രണ്ടാമത്തെ വെറൈറ്റിക്കാണ് ഇത് വരിക. ഈ വലിപ്പം വരിക ചക്കയ്ക്ക്. അറിയുന്നവർക്ക് അറിയുള്ളൂ, എല്ലാവർക്കും അറിയില്ല. അറിയുന്നവർക്ക് അറിയുള്ളൂ. അപ്പൊ 2 വെറൈറ്റി ഉണ്ട്. അപ്പൊ അത് അവിടെ നിന്ന് മേടിക്കണമെങ്കിൽ നല്ല വെറൈറ്റി നോക്കിയിട്ട് മേടിച്ച് വെക്കുക. നല്ല വെറൈറ്റി നോക്കി മേടിച്ച് വെക്കുമ്പോൾ ഈ ടൈപ്പ് ചക്ക വരും.
ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ ടൈപ്പിൽ ചക്ക വരും. ഏറ്റവും വലിപ്പമുള്ള ചക്ക വരും. അതാണ് നല്ല കറ് കറുന്നതിന്. എനിക്ക് ചക്ക കഴിക്കാൻ നല്ല കറ് കറുന്നതിന്, നല്ല മധുരം, നല്ല ടേസ്റ്റും. ഇതാണ് നമുക്ക് സീഡില്ലാത്ത ചക്ക. സീഡ് ഇല്ലാത്തത്. സീഡ് ഉണ്ടായില്ല, ചവണി ഉണ്ടായില്ല, പശ ഉണ്ടായില്ല. പശയും ചവണിയും സീഡും ഉണ്ടായില്ല. ഈ മൂന്നും ഉണ്ടായില്ല. തൊലി എത്തുമ്പോലെ, തൊലി മേലത്തെ എത്തിയിട്ടാണ് കേക്ക് മുറിക്കും പോലെ മുറിക്കുകയാണ്. നല്ല അത്യാവശ്യം മധുരം ഉണ്ടെന്നാണ് പറയട്ടെ. ഞാൻ കഴിച്ചിട്ടില്ല. അത്യാവശ്യം മധുരം ഉണ്ടെന്ന് പറയട്ടത്. നല്ല കാട്ടിമൺ അതൊക്കെ കാട്ടിമന്റെ പ്ലാന്റുകളാണ്. മാംഗോ കേട്ടോ. കാട്ടിമന്റെ വലിയ പ്ലാന്റുകൾ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് കാട്ടിമന്റെ ചെടികളാണ്. വിയറ്റ്നാം മൊസംബി. ഇതൊക്കെ തണുപ്പത്ത് സ്ഥലമില്ലാത്ത കാശി നിൽക്കുന്നു അല്ലേ? വിയറ്റ്നാം മൊസംബി. ഇതാണ് ഒറിജിനൽ. മൂടും കൂടി അവർ കണ്ടോട്ടെ. ഇതാണ് ഒറിജിനൽ വിയറ്റ്നാം മൊസംബി. ഇതൊക്കെ അതിന്റെ പ്ലാന്റുകൾ. ഇതല്ല, നമുക്ക് മോള് ഭാഗത്തുണ്ട് ഇതിന്റെ പ്ലാന്റുകൾ. അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. എന്ത് വില കൊടുക്കുക കാഴ്ചതൊക്കെ? കാഴ്ചതൊക്കെ നമുക്കൊരു ചെറുത്, എന്റെ ചെറുതില്ല, ഒരു 1000 നിന്ന് തുടങ്ങിയ 4500 റുപ്യ വരെ ഉണ്ടാവുന്നുണ്ട്. 4500 റുപ്യന്റെ എല്ലാം നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഓൾ സീസണായിട്ട് കായ്ക്കും. 4500 റുപ്യന്റെ കായോടെയാണ് കൊടുക്കുന്നത്. 1000 റുപ്യന്റെയും കായോടെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് വെറൈറ്റി മാറും. 5 വെറൈറ്റി ഉണ്ട്. ഈ 5 വെറൈറ്റിയിൽ ഏറ്റവും ടോപ്പാണ് നമുക്ക് ഓൾ സീസൺ മോസംബി. വിയറ്റ്നാം മോസംബിയിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓൾ സീസൺ അല്ലാത്തതും ഓൾ സീസൺ ഉള്ളതും ഉണ്ട്. അപ്പോൾ അതിന്റെ ഓൾ സീസൺ കായ്ക്കുന്നത് 4500 റുപ്യ കായോടെ. അത് നമ്മൾക്ക് ഇവിടെ കായും പൂക്കളോടെയാണ് കൊടുക്കുന്നത്. കായും പൂക്കളും. പഴം പഴുക്കാനായതുണ്ടാവും, അതിന്റെ അടിയുണ്ടാവും, പൂക്കളും ഉണ്ടാവും. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെറുപ്പത്തിൽ കൊണ്ടുവന്നിട്ട് വളർത്തിയിട്ട് കായ്പ്പിക്കുന്നതാണ്. അതല്ലാതെ വേറെ എവിടെയും കാച്ചു കൊണ്ടുവന്നിട്ട് കൊടുക്കണമല്ലോ. എന്നൊരു കണ്ടാൽ തന്നെ അറിയുമല്ലോ. ഇവിടെ എല്ലാം ചെറിയ പ്ലാന്റ് ഇല്ല, വലിയ പ്ലാന്റ് ചെറുത് ആക്കിയിട്ട് റീപോർട്ട് ചെയ്ത് 30, 20, 25 സൈസ് ബാഗിൽ റീപോർട്ട് ചെയ്തിട്ട് കായ്പ്പിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് നമുക്ക് ഒരു ഡക്കോപ്പൻ ഓറഞ്ച്. ഇതെങ്ങനെയാ കഴിക്കാൻ? ഇത് ഒരു മീഡിയം മധുരം. സൈസ് വരില്ലേ? അത് ആയി, സൈസായി. ഇതിപ്പോ ഇതന്നെ ഇപ്പൊ 1/2 കിലോന്റെ മേലെ, 1/2 കിലോ അല്ലല്ലോ, മേലെ വരുമല്ലോ. ഇതിപ്പോ ഞാനൊരു സുമാർ പറഞ്ഞു, നമുക്കിത് പിടിച്ചപ്പിടിയത്തിനുള്ളല്ലോ. അതെ, പിടിച്ചപ്പിടിയത്തിനുള്ളല്ലോ. കൈന്റെ ഒരു ഭാഗമല്ലേ നിൽക്കണല്ലോ. അതെ. അപ്പൊ ഇതെങ്ങനെ പിന്നെ അത് വിട്ടതൊക്കെ ദുര്യന്റെ, അത് നമുക്ക് നിലത്ത് നാട്ടത് കാണിക്കണ്ട. നിലത്ത് നാട്ട് കാണിച്ചപ്പോ ഇപ്പൊ നടക്കില്ല. ഇപ്പൊ ദുര്യൻ ലെയർ ചെയ്തെടുക്കണം. എങ്ങനെയാണ് ഇനിയിപ്പോ അത് ഇവിടെ ആരും ലെയർ ചെയ്തെടുക്കണത്. ഇതാണ് ലെയർ ചെയ്ത് വേര് വരണോ ദുര്യൻ. ഇതാ പൂക്കൾ കയറി വരണു. ദുര്യന് ലെയർ ചെയ്തോടത്ത് പൂക്കൾ കയറി വരണ്ട. ഇത് പൂക്കൾ അടുത്ത മാസമാണ്, ജനുവരിക്കാണ് പൂക്കേണ്ടത്. ജനുവരിക്ക് ശേഷമാണ് പൂക്കേണ്ടത് പൂക്കള്. അപ്പോൾ ഇത് ഇപ്പൊ നമ്മൾ പൂക്കൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂക്കളുടെ മൊട്ടാണ്, ദുര്യന്റെ മൊട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ലെയർ ചെയ്ത് ആയതുകൊണ്ട് 1 മാസം മുമ്പ് പൂക്കാൻ തുടങ്ങി. ഇത് അടുത്ത മാസമാണ് പൂക്കേണ്ടത്. പക്ഷെ ഇതിപ്പോ ലെയർ ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് തടിയിൽ നിന്ന് വരുന്നത് നിന്നു. അപ്പൊ ഇത് വേര് പിടിച്ചപ്പോൾ ഇതിന്നാണ് തീറ്റ എടുക്കുന്നത്, വെള്ളം എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് പുഷ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ നമ്മൾ ദുര്യന് ലെയർ ചെയ്തെടുക്കണം. അപ്പൊ ലെയർ ചെയ്തത് 1 മാസം മുമ്പ് പൂക്കാൻ തുടങ്ങി. മരത്തിൽ നിന്ന് തന്നെ പൂക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഇത് പൂക്കേണ്ടത് അടുത്ത മാസം പൂക്കണത്, ജനുവരിക്ക് ശേഷം. അടുത്ത മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് മദർ പ്ലാന്റ് പൂക്കണത്. ലെയർ ചെയ്തത് 2 മാസം മുമ്പ് പൂക്കാൻ തുടങ്ങും. മേമി സർപ്പോട്ട നമ്മൾ പൂക്കളോടെയാണ് കട്ട് ചെയ്യുന്നത്. പൂക്കളും കായോടെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞോളൂ. ഇതാണ്ട് പൂക്കൾ കയറി കായ്ക്ക് മാറുകയാണിത്. കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മേമി സപ്പോട്ട ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന എവിടെയും കണ്ടിട്ടില്ല. പങ്കിടുവാ അടിപൊളിയായിട്ട് കാഴ്ച. ഇതിന്റെ പൂക്കളില്ലേ, കായ് കണ്ട താഴെ വരെ കായ് കണ്ട. പൂക്കളും കായോടെയാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത്, കായോടെ എടുക്കുന്നത്. ഇത് 3 ദിവസമായിട്ടുള്ള ലെയർ ചെയ്ത് വെച്ചിട്ട് എത്ര കായ് നോക്ക്. ഇതിന്റെ കായിന്റെ തണ്ടിന്റെ അടിയിലേ കണ്ട ഇതൊക്കെ പിടിക്കുന്നതാ. ഇതിന്റെ നെട്ടിന്റെ ഭാഗം തടി കണ്ട, അതെല്ലാം പിടിക്കുന്ന സർപ്പോട്ടകളാണ്. പിടിക്കുന്ന സർപ്പോട്ടയ്ക്കാണ് നെട്ടിക്ക് കനം വരും. ഇതൊക്കെ തന്നെ ഇതൊക്കെ ലെയർ ചെയ്ത് വെച്ചിട്ട് 3 ദിവസമായ ചെടികളുടെ ഇതാണ്. അതിൽ തന്നെ നമുക്ക് പൂക്കൾ വരുന്നുണ്ടോ, പൂക്കള് കായ്. ഇതാ നമ്മൾ ലെയർ ചെയ്ത് ഇത് വരുന്നു, വേര് വരുന്നു ലെയർ ചെയ്ത് വെച്ചത്. ഇത് കഴിഞ്ഞ് മുകളിൽ സർപ്പോട്ട, വലിയ സർപ്പോട്ടകൾ കഴിഞ്ഞു. ഇത് ഒരെണ്ണം ഉണ്ട് ചെറുത്, ഒരു മീഡിയം ടൈപ്പ് ഒരെണ്ണം. ഇതിൽ ഇനി വലുതാവും. ഇതിപ്പോ ഒരു 6 മാസം മൂപ്പായിട്ടുണ്ട്.
ഇനി ഇത് ഇനി ഒരു വർഷത്തെ മൂപ്പുണ്ട്. ഇതിങ്ങനെ ഓൾ സീസണായിട്ട് കായ്ക്കും. ഓൾ സീസണിൽ നമുക്ക് പപ്പായ പറിക്കുമ്പോൾ പറിക്കാൻ പറ്റും. എന്താ കാരണം ഇതിങ്ങനെ 2 മാസം കൂടുമ്പോൾ പൂക്കാൻ തുടങ്ങും. ആ 2 മാസം കൂടുമ്പോൾ പൂക്കുമ്പോൾ 2 മാസം കൂടുമ്പോൾ പൂക്കും. 2 മാസം കൂടുമ്പോൾ പൂക്കുമ്പോൾ അതിൽ 2 ടൈപ്പ് പൂക്കൾ വരും. ഒരു പൂക്കൾ കയറി കഴിഞ്ഞാൽ അത് കായ്ക്ക് പൂക്കൾ വരുമ്പോൾ അടുത്ത പൂക്കൾ കയറും. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 12 പ്രാവശ്യം പൂക്കും. 6 പ്രാവശ്യം പൂക്കും. അതിൽ 12 പൂക്കൾ വരും. അപ്പോൾ നമ്മൾക്കിത് പപ്പായ പറിക്കുമ്പോൾ കിട്ടും. വളരെ ടേസ്റ്റുള്ള വെറൈറ്റി അതല്ലേ? ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇത്? നല്ല മധുരവും അത്യാവശ്യം നല്ല ഇതിന് മേമി സർപ്പോട്ട ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് നമ്മൾക്കൊരു കീബ് പറഞ്ഞ വെറൈറ്റിയാ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ചില മേമി സർപ്പോട്ട മത്തങ്ങ കഴിച്ച് വരിക്കും. അതാണ് ഈ ചിലവർ കഴിച്ചിട്ട് ഇത് കൊള്ളില്ല ചിലവർ പറയുന്നത്. മത്തങ്ങ കഴിക്കുമ്പോഴുള്ള വെറൈറ്റി ഉണ്ട്. അതല്ലാത്ത നല്ല മധുരമുള്ള വെറൈറ്റി ഉണ്ട്. നല്ല ടേസ്റ്റും നല്ല മധുരമുള്ള വെറൈറ്റി ഉണ്ട്. വെറൈറ്റികൾ നോക്കാം, എല്ലാം മേമി സർപ്പോട്ട തന്നെ. പക്ഷെ നമുക്ക് എല്ലാ ചെടികൾക്കും 10ഉം 30ഉം വെറൈറ്റികളുണ്ട്. 10, 20ഉം 15ഉം 4ഉം 5ഉം വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മളിത് വെക്കുമ്പോൾ അല്ലെങ്കിൽ മേടിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിട്ട് അവിടെ നിന്ന് മേടിക്കണമെങ്കിൽ കണ്ടിട്ട് മേടിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇത് ഈ ലെയർ ചെയ്തിട്ട് മേമി സർപ്പോട്ട വരുന്നുണ്ട്. ഈ ലെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരണം, ഈ ടൈപ്പിൽ വരണം. ഇതാണ് ഒറിജിനൽ കാച്ചെന്ന് ലെയർ ചെയ്യണത്. അതല്ലാത്തതൊക്കെ നമ്മൾക്ക് കായ്ക്കാത്ത കൊമ്പെന്ന് ലെയർ ചെയ്ത് വരുന്നതാണ് വരുന്നത്. എപ്പോഴും മേമി സർപ്പോട്ട എടുക്കുമ്പോൾ ലെയർ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ കായും പൂക്കളും ഉണ്ടാവും. ഇല്ലെങ്കിൽ പൂക്കളയും വേണം, കായില്ലെങ്കിൽ പൂക്കളയും വേണം. ഇതിപ്പോ നമ്മൾ ലെയർ ചെയ്യാൻ പലയിടത്തും കണ്ടത് പൂക്കളില്ലാണ്ട് ലെയർ ചെയ്തെടുക്കുക. പൂക്കളില്ലാണ്ട് ലെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് കായ്ച്ചില്ല എന്നർത്ഥം. കായ്ക്കാത്ത ഇത് ഈ ക്വാളിറ്റിയിൽ വന്നാൽ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. അത് എൻ്റെ അടുത്ത് ഒരുപാട് വിൽക്കാനില്ല, ലെയർ ചെയ്ത് ഒരുപാട് വിൽക്കാനില്ല, കുറച്ചേ ഉള്ളൂ. ഇതിപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് കൊടുക്കാൻ, കച്ചവടത്തിനൊന്നും കൊടുക്കാനില്ല. ആരെങ്കിലും വീട്ടാവശ്യത്തിനൊക്കെ മാത്രം, അല്ലെങ്കിൽ 1.5 പ്ലാന്റ് ഒക്കെ നേഴ്സറികൾ വെക്കാൻ മേടിക്കാന്ന് മാത്രമല്ലാണ്ട് ഒരുപാട് നമ്മൾ ലെയർ ചെയ്ത് എടുക്കണില്ല. എന്താ പറയുക, എനിക്ക് ഇതിന്റെ 5 വെറൈറ്റീൻ്റെ 5 മരം ഉണ്ട് ഇവിടെ. 5 വെറൈറ്റിയും 5 സൈസിലാണ്. അതിൽ ഒറ്റ വെറൈറ്റി മാത്രമേ ഇപ്പോൾ കായ്ച്ചിട്ടുള്ളൂ. ഇനിയൊക്കെ കായ്ക്കാൻ പോകണുള്ളൂ. അടുത്ത വർഷം മുതലേ പൂക്കാൻ തുടങ്ങുള്ളൂ. ഇതൊക്കെ തന്നെ മേമി സർപ്പോട്ട ലെയർ ചെയ്തിട്ട് തന്നെ. ഇതൊക്കെ ഒരു 10-12 ചെടിയെ കാണുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇനിയുള്ളത്.